ഇവന്മാർ പോയിട്ട് തിരിച്ചു വന്നു. ഉം. റോയിച്ചോടെ പോയതാ? ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാ. റോയിച്ചൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കിയ മട്ടില്ലല്ലോ. ഇതെന്താ റോയിച്ച പുതിയില്? പുറത്തുനിന്ന് പാഴ്സൽ വാങ്ങി വന്നേക്കാണല്ലേ. ഞങ്ങൾ നേരത്തെ വന്നോണ്ട് കൈയോടെ പിടിച്ചു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ ഒപ്പിക്കാൻ പറ്റ പാടെ എനിക്കറിയൂ. എന്നെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഹോം ഡെലിവറിക്കാരെ വിളിച്ച് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ അവര് ക്രിസ്മസ് ആയിരുന്നു ഒടുക്കത്ത് വെച്ചി. പിന്നെ ഞാൻ തന്നെ പുറത്തുപോയി അങ്ങ് വാങ്ങിച്ചു. ഇതൊക്കെ സാറേയും പാറ പറഞ്ഞാൽ വലിയ കുഴപ്പാവൂലേ? നീ മണ്ടത്തരം പറഞ്ഞ് എഴുന്നള്ളിക്കായിരുന്നു മതി. ഇതിലെ ബിരിയാണിയും കറികളൊക്കെ ആ പ്ലേറ്റിനുള്ളിൽ തട്ടിയിട്ട് ആ കവറുകൊണ്ട് കളയി. അവര് വരുന്നതിന് മുമ്പ് എല്ലാം റെഡിയാക്കണം. അതെ, ചെല്ല്. എല്ലാം റെഡിയാക്കണം. ആരും ആ രഹസ്യം അറിയരുത്. രഹസ്യം? എന്ത് രഹസ്യം? എടാ മണ്ട, ഈ കാര്യം അവരോട് പറയരുതെന്ന്. ഓ, അത് ഞാൻ ഏറ്റു. മോനെ ആനന്ദേ, നിന്നെയാണ് എനിക്ക് ഏറ്റവും പേടി. നീ മണ്ടത്തരം പറഞ്ഞ് റോയിച്ചന്റെ അഭിമാനം കളയരുത്. ഹായ്. ഹലോ. ഹായ്. സഖാവ് മനോജ് അല്ലേ? അതെ, പേര് ദീപക് എന്നാണ്. ഞങ്ങൾ ദീപകിന്റെ വലിയ ഫാൻസ് ആണ്. ഓ, താങ്ക്സ്. ഞാൻ തട്ടത്തിൽ മറയത്ത് 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവളുടെ ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. അല്ലാതെ 2 തവണ എക്സ്ട്രയും പോയി കണ്ടിട്ടുണ്ട്. അതിപ്പോ ഇവിടെ ഷോപ്പിങ്ങിന് വന്നായിരിക്കും അല്ലേ? അല്ലാതെ പിന്നെ ഇവിടെ കാറ്റുള്ള വന്നതാണോ സാറാ? കുട്ടി ഭയങ്കര തമാശക്കാരിയാണല്ലോ. എല്ലാം ഞാൻ പഠിപ്പിച്ചെടുത്തതാ. എന്റെ ഫ്രണ്ടിന്റെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോ അതിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വന്നതാ. ഓ, ഓക്കെ. എന്ത് പറ്റി ദീപക്? എന്റെ ഫോണ് കാറിൽ വെച്ച് മറന്നു തോന്നുന്നു. കാർ എടുത്ത് ഡ്രൈവർ വേറെ സ്ഥലത്ത് പോയിരിക്കുക. ദീപകിന് ഡ്രൈവറിന്റെ നമ്പർ അറിയോ? അറിയാം. ഓക്കെ, ഇതിന്ന് വിളിച്ചോ. താങ്ക്സ്. ശരിയെന്നാ. ഡ്രൈവർ വൈറ്റിലല്ല ഉള്ളത്. അവിടെ ഭയങ്കര ട്രാഫിക് ജാമാണ്. എന്തായാലും താങ്ക്സ്. എന്തായാലും ടൈം ഉണ്ടല്ലോ. ഞങ്ങളുടെ വീട് വരെ വരാലോ അല്ലേ? പ്ലീസ്. ഇവിടെ വീട് എവിടെയാണ്? നിങ്ങളെ അടുത്താണോ? ഇവിടെ തൊട്ടടുത്താണ് ദീപക്. ഒന്ന് വരുമോ പ്ലീസ്? ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? ഹലോ ടോണി, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരും. സന്തോഷം. ഇന്ന് നമ്മുടെ കൂടെ ദീപക് ഉണ്ടാവും ഡിന്നറിന്. എന്റെ ഫ്രണ്ട് ഗായത്രിയുടെ അനിയന. ഡാ, അതൊന്നും അല്ലടാ. തട്ടത്തിൻ മറയത്തിലെ നമ്മുടെ സഖാവ് ദീപക്. ആര്? ഏതായാലും നിങ്ങൾ പെട്ടെന്ന് പോര്. റോയ്ച്ചൻ, ടോണി, ആനന്ദ് എല്ലാം അകത്താണ്. നൈസ് വൺ. ഇപ്പൊ സ്കോർ എത്രേ? 10-4. കളിയ റോയിച്ചിനോടാ. വാ വാ, നിങ്ങൾ കയറി വാ. എന്താ റോയ്ച്ച ഇതൊക്കെ? അത് ഈ ആനന്ദ് വെറുതെ ടൈം പാസിന്. ദീപക്, ഹായ്. ഹായ്. ഐ ആം ടോണി. വരൂ, ഇരിക്കും. ഞങ്ങള് തീരെ പ്രതീക്ഷിച്ചില്ല ദീപകിനെ പോലൊരാള് ഞങ്ങളോടൊപ്പം ക്രിസ്മസിന് ഡിന്നറിനുണ്ടാവും. ഞാനിവർ നിർബന്ധിച്ചോണ്ട് കയറിയുന്നുള്ളൂ. ഡിന്നറിനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. ഞാൻ ആനന്ദ്. സാറിനെ പോലെ ചെറിയൊരു കലാകാരനാ. ആക്ടറാണോ? അങ്ങനെയും പറയാം. അഭിനയിച്ചിട്ടുണ്ടോ സിനിമയില്? അവനങ്ങനെ ഇതുവരെ കാര്യമായിട്ടൊന്നും അഭിനയിച്ചിട്ടുള്ള ദീപക്. പിന്നെ ഏത് നിമിഷവും എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമെന്ന അവസ്ഥയിലാണ്. ഓ, ഓക്കെ. സാറിന് അടുത്ത പടത്തിൽ ചാൻസ് വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞാൽ നോക്കാം. പിന്നെ ഈ സാർ എന്ന് വിളിയൊന്നും വേണ്ട. ദീപക്. റോയ്ച്ച, ഡിന്നർ റെഡി അല്ലേ? പിന്നെ അതൊക്കെ എപ്പോഴേ റെഡി. അപ്പൊ ദീപക് നമ്മുടെ കൂടെ ഒരു ചെറിയ ഡിന്നർ ആവാ അല്ലേ? അയ്യോ, ഞാൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാനിരിക്കായിരുന്നു. അതിന് കാർ ആദ്യം ഇവിടെ എത്തണ്ടേ? കമോൺ, നമ്മുടെ സന്തോഷത്തിനല്ലേ കുറച്ചെങ്കിലും ഒന്ന് കഴിക്കണം. ദീപക്, ഇന്ന് നമ്മുടെ കുക്കിംഗ് എക്സ്പെർട്ട് റോയ്ച്ചന്റെ പ്രിപ്പറേഷനാ. അതെ, സ്പെഷ്യൽ ഫിഷ് ബിരിയാണിയാ. സത്യം പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും എന്തെന്നാലും ദീപക് വരൂ. ആനന്ദേ, നീ ആ പ്ലേറ്റ് ഒക്കെ എടുത്ത് കഴുകി റെഡിയാക്കി വെച്ചേ. ചെല്ലു.
ഫിഷ് ബിരിയാണി കലക്കി റോച്ച. ദീപക് എന്താ പറയുന്നു? ഫിഷ് ബിരിയാണി പൊളിച്ചുട്ടോ. റോച്ചൻ ഇത്രയും അങ്ങ് തകർത്താളെന്ന് നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. ഇതൊക്കെ എന്ത്? ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ. എന്തായാലും സംഭവം കലക്കി. കുറച്ച് വെള്ളം കിട്ടുമോ? ഇപ്പൊ തരാം, ആ. ഞാൻ തരാം. ശ്ശെ. വീണേനെ. നശിപ്പിച്ച്. ഇറ്റ്സ് ഓക്കെ, സോറി ദീപക്, ഞാൻ ഇറ്റ്സ് ഓക്കെ. തുടങ്ങാൻ വല്ല ടവലോ തുണിയോ മറ്റോ കിട്ടുമോ? ഇപ്പൊ കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവരാം. ദാ, ഒരു മിനിറ്റ്. ആരാണ് ആ ചാൻസ് പോയിന്നാ തോന്നുന്നത്. ഞാൻ തുടച്ചുതരാം. ഏ? കുഴപ്പമില്ല. ഇതെവിടെന്നാ ഈ ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ? അത് ഞങ്ങളിന്ന് പോയി വാങ്ങിയതാ. എവിടെന്നാ? കടവന്ത്ര. കടവന്ത്ര. എന്തോ തട്ടിപ്പുണ്ടല്ലോ. ഓ ദൈവമേ, ഓ, ഹോട്ടൽ മാരിയോസ്. പൊളിഞ്ഞു. ഓഹോ, അപ്പൊ ഇതാണല്ലേ റോയ്ച്ചിന്റെ സ്പെഷ്യൽ റെസിപ്പി. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ഒരു മിനിറ്റ് ദീപക്, എന്റെ ഒരു കലാസൃഷ്ടി കൂടി കണ്ടിട്ട് പോയിക്കോളൂ. നിന്റെ ഏത് കലാസൃഷ്ടി? അതൊക്കെ ഉണ്ട്, നിങ്ങൾ വാ, വരൂ ദീപക്. ടാ! ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ. എന്തുവാടാ ഇത്? ഇത് ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ട്? മാരകം മോനെ. ലോകത്തിൽ ആദ്യമായിട്ടാ വാഴയിലുണ്ടാക്കിയ ഒരു ക്രിസ്മസ് ട്രീ ഞാൻ കാണുന്നത്. അതെന്താ, വാഴയൊരു ട്രീ അല്ലേ? ദീപക്കിന് ഇഷ്ടപ്പെട്ടില്ലേ? ദീപക് ഒരു കലാകാരനല്ലേ? ദീപക് എന്ത് പറയുന്നു? വാഴയിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയ പുന്നാരമോൻ ആനന്ദേ, നിങ്ങൾ വിവരം അറിയും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ്. കലക്കി. സാർ ഇത് പറഞ്ഞപ്പോ എനിക്ക് Happy ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. പോടാ. അങ്ങനെയല്ലേ?